ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം 10th പ്രിലിംസ് സ്റ്റേജ് 3 അതുപോലെ തന്നെ സ്റ്റേജ് 4 എക്സാം ഉണ്ടായിരുന്നു അല്ലേ. ഈ ഒരു എക്സാമിന് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് നോക്കണ്ടേ. SCERT ചാപ്റ്റേഴ്സിൽ നിന്നും NCERTയിൽ നിന്നും വന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് NCERT ആണെന്ന് പറയാനായിട്ട് പറ്റില്ല, എന്നാൽ NCERTയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് താനും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. SCERT NCERT ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം മുതൽ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്മ്യൂണിറ്റി ബോർഡ് LGS ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട SCERT NCERT ചാപ്റ്റേഴ്സ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖല ഏതാണ്? ഏതായിരുന്നു? സുവർണ ചതുഷ്കോണമായിരുന്നു അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിനുശേഷം ഞാൻ ആ ഒരു പാഠഭാഗം പറഞ്ഞു തരാം കേട്ടോ. 4ാം ഘട്ടം 10th പ്രിലിംസ് 4ാം ഘട്ടത്തിൽ ചോദിച്ച ചോദ്യമാണ് അത്. താഴെ തന്നിരിക്കുന്നതിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു, ശരിയാണ്. സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, ശരിയാണ്. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നു, അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നത് NCERT ആണ്. +2 ജിയോഗ്രഫി 10ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ഗതാഗതവും വാർത്താവിനിമയവും എന്നായിരുന്നു. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ നോട്ട്സ് വൈസ് ആയിട്ടും ചാപ്റ്റർ വൈസ് ആയിട്ടും നമ്മൾ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് കണ്ടിട്ട് പോയിട്ടുള്ള കുട്ടികൾക്ക് എന്തായാലും ഈ 2 മാർക്ക്, അതായത് സ്റ്റേജ് 3യിൽ ചോദിച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. 4ാമത്തെ സ്റ്റേജ് പേപ്പർ ചെയ്തിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും ടേബിൾ പഠിച്ചു വെച്ചിരിക്കണം എന്ന് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കി ഒരു ബോക്സ് തന്നിട്ടുണ്ട് അല്ലേ. ദേശീയ പാതാ വികസന പദ്ധതികൾ NHAI ഇന്ത്യയിൽ വിവിധ ഘട്ടങ്ങളിലായി ചില വൻ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് സുവർണ ചതുഷ്കോണം. ഇന്ത്യയിലെ 4 വലിയ മെട്രോ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 5846 കിലോമീറ്റർ ദൈർഘ്യവും 4/6 വരി പാതകളുമുള്ള അതിവേഗ ഗതാഗത ഇടനാഴിയുടെ നിർമ്മാണമാണ് സുവർണ ചതുഷ്കോണം. ഈ പാതയുടെ നിർമ്മാണത്തോടെ ഇന്ത്യയിലെ മഹാനഗരങ്ങൾക്കിടയിലെ യാത്രാസമയം, ദൂരം, ചെലവ് എന്നിവ ഗണ്യമായിട്ട് കുറയ്ക്കാനാകും. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയാണ് അല്ലേ. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത് 3ാമത്തെ ഘട്ടത്തിൽ ചോദിച്ചു. 4ാമത്തെ ഘട്ടത്തിലും സുവർണ ചതുഷ്കോണം വന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന 4076 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് തെക്ക് വടക്ക് ഇടനാഴി. കണ്ടല്ലോ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടല്ലോ. നെക്സ്റ്റ് നോക്കിയേ. അസാമിലെ സിൽച്ചാറിനെ ഗുജറാത്തിലെ തുറമുഖ പട്ടണമായ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്ന 3640 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണെന്ന് നമുക്ക് വിചാരിക്കുക. കാരണം ഡയറക്റ്റായിട്ട് എല്ലാ പോയിൻറ്റ്സും ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിനൊക്കെ SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്ന SCERT ചാപ്റ്റേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. NCERT ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ബാക്കി NCERT ചാപ്റ്റേഴ്സും തരാം, അതിൻ്റെ നോട്ട്സൊക്കെ തരാം കേട്ടോ. നോട്ട്സ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സൊക്കെ തരാം. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഉഷ്ണമേഖല ഇലപ്പുഴയും കാടുകളാണ് അല്ലേ. നമുക്ക് SCERTയിലും പറയുന്നുണ്ട്, അതുപോലെ തന്നെ NCERTയിലും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് NCERT നോക്കാം. പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കണം ഈ പോയിൻറ്റ്സ് ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ +1 ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. +1 ജോഗ്രഫിയിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഓരോ ചാപ്റ്ററിനെയും തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ക്ലാസ് കണ്ടവർക്ക് എന്തായാലും ഈ 3ലാണെന്നുണ്ടെങ്കിലും സ്റ്റേജ് 3ലാണെങ്കിലും സ്റ്റേജ് 4ലും ചോദിച്ചിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും ഈ ജോഗ്രഫി, അതായത് NCERTയിൽ നിന്ന് വന്നിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട പോയിൻറ്റ്സ് മാത്രമാണ് അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ +1 ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വാഭാവിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നൊരു ചാപ്റ്റർ വരുന്നുണ്ട്. ഈ ഒരു ചാപ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അതിൻ്റെ നോട്ട് വൈസ് ആയിട്ട് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട പോയിൻറ്റ്സ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ഒരു കാലാവസ്ഥയെക്കുറിച്ചിട്ടും വനങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു ഭാഗമാണ് ഇലപ്പൊഴിയും വനങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപ്പൊഴി വനങ്ങൾ. ഇതിനെ മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണല്ലോ. ഇത് നമുക്ക് ആ ഒരു നോട്ട്സ്, ആ ഒരു നോട്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടല്ലോ, അതിൽ കറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ പിക്ചർ അല്ലേ നമ്മളിങ്ങനെ വരച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഗതാഗതം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുത്തപ്പോൾ. അപ്പോൾ ഏതാ വരുന്നത്? മുംബൈ CST ആണ് വരുന്നത് അല്ലേ. നമുക്ക് ആ ഒരു ചാപ്റ്റർ ഗതാഗതവും വാർത്താവിനിമയം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഒരു ടേബിളിൽ തന്നിട്ടുണ്ടായിരുന്നു. നോക്കി, മധ്യ സോൺ എന്ന് പറയുന്നത് ഇതാണ്, മുംബൈ CST ആണ് കറക്റ്റ്. നമ്മൾ വരച്ച് നമ്മൾ ആ ഒരു പിക്ചർ കാണിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇമേജ് കാണിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പഠിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്ത വർഷം ഏതാണ്? ഇത് PSC പഠിക്കുന്നവർ എന്തായാലും ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ത്യ ഫാക്റ്റിൽ എവിടെയെങ്കിലൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ. ആൻസർ ഇതാ വരുന്നത് ഓപ്ഷൻ B ആണ്, 1923 ആണ്. ഇതും ആ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തു നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നോക്കിയേ, 1923 റേഡിയോ ക്ലബ് ഓഫ് ബോംബെയിലൂടെയാണ് ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. അന്ന് മുതൽക്കേ ഇത് വമ്പിച്ച പ്രശസ്തി നേടുകയും ജനങ്ങളുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്തു. പിന്നെ 1930 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തിന് നിയന്ത്രണത്തിലാക്കി. 1936 ഓൾ ഇന്ത്യ റേഡിയോ ആയിട്ട് മാറി. 1957 ആകാശവാണിയായിട്ട് മാറി. പറഞ്ഞ ഓർമ്മ ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും എന്താണ് കറക്റ്റ് ഈ ഒരു ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്നത് ആ ഒരു നമ്മൾ SCERTയിലും പഠിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ NCERT കേന്ദ്രീകരിച്ചിട്ടായിരിക്കാം. കാരണം എന്താണ്, ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ടേബിളും അതുപോലെ തന്നെ പ്രധാനമായി പഠിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഗതാഗതത്തിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേജ് നോക്കുകയാണെങ്കിലും രണ്ടാമത്തെ സ്റ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് എന്തായാലും കണ്ടവർക്ക് എന്തായാലും ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഭൗമതാപോർജ്ജ നിലയമായ മണീക്കരൺ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് അല്ലേ. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗം ഏതാണ്? കോറമാൻഡൽ തീരമാണ് അല്ലേ. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. പിന്നെ താർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ഇതും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരുസ്ഥലി രാജസ്ഥാൻ ഭാഗം എന്നാണ് വരുന്നത്. അത് നമ്മൾ മരുഭൂമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാപ്റ്റർ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഉപ്പ് തടാകം ഏതാണ്? സാംബർ തടാകമാണ്. അതും നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും നമുക്ക് NCERT പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട ആ ഒരു ക്ലാസ് മാത്രം മതി അല്ലേ. അതിൽ നിന്ന് തന്നെയാണ് കൂടുതലും ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചതിന് ശേഷം ബാക്കി ചാപ്റ്റേഴ്സ് കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നത് കണ്ടു അല്ലേ. നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ 4ാമത്തെ സ്റ്റേജിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. നമുക്ക് 3ാമത്തെ സ്റ്റേജിലും ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റായി ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. പ്രദേശം അറിയപ്പെടുന്നതാണ് രാജസ്ഥാൻ ഭാഗം എന്നാണ്. അത് നമ്മൾ കണ്ടു ആ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഇത് നമ്മൾ NCERTയിൽ കറക്റ്റ് എടുത്ത് പറഞ്ഞ പോയിന്റ് ആയിരുന്നു അല്ലേ. നമ്മൾ ഈ ഒരു +1 ജോഗ്രഫിയിൽ ആദ്യത്തെ ചാപ്റ്റർ ഇന്ത്യയുടെ സ്ഥാനം എന്നായിരുന്നു അല്ലേ. ഇന്ത്യൻ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നായിരുന്നു. ആ ഒരു ചാപ്റ്ററിന് 2 റിവിഷൻ നോട്ട് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു, 2 റിവിഷൻ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ എടുത്തെടുത്ത് പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ബംഗർ എന്നാണ്. പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ബംഗർ എന്നും. ഖാദർ എന്ന് വെച്ചാൽ പുതിയ എക്കൽ നിക്ഷേപങ്ങളെയാണ് അല്ലേ. +1 ജോഗ്രഫിയിൽ 2ാമത്തെ ചാപ്റ്റർ ഇന്ത്യ ഘടനയും ഭൂപ്രകൃതി എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു അല്ലേ. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നുമാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ
താഴെ തന്നിരിക്കുന്നതിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാമാണ്? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 3 ആണ് ശരിയായിട്ട് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് 2 സമതലങ്ങളെ ഡിവൈഡ് ചെയ്തിട്ട് അതെ പശ്ചിമ തീര സമതലങ്ങളിൽ നിന്നും പൂർവ്വ തീര സമതലങ്ങളിൽ നിന്നും 2 ടേബിളായിട്ട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ പറയുന്നത് നോക്കിയേ. താഴ്ന്നു പോയ തീരസമതലമാണ് പശ്ചിമ തീരസമതലങ്ങൾ എന്നാണ്. പശ്ചിമ തീരസമതലം താഴ്ന്നു പോയ തീരസമതലമാണ്. നമുക്ക് ആ ഒരു ഓപ്ഷനിൽ കാണാം. ഓക്കെ, ഉയർത്തപ്പെട്ട തീരസമതലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉയർത്തപ്പെട്ട തീരസമതലം ഏതാണ്? കിഴക്കൻ തീരസമതലമാണ്. ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത് ഏതാണ്? കിഴക്കൻ തീരസമതലത്തിലാണ്. ഓക്കെ, അപ്പോൾ താഴ്ന്നു പോയ തീരസമതലമാണ് പശ്ചിമ തീരസമതലം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗുജറാത്ത് മുതൽ തെക്ക് കേരളം വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. പ്രധാനമായിട്ടും കച്ച് കത്തിയവാർ തീരം, കൊങ്കൺ തീരം, ഗോവൺ തീരം എന്നൊക്കെ പശ്ചിമ തീരത്തെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കിഴക്കൻ തീരസമതലം നോക്കുകയാണെങ്കിലോ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് സുന്ദർബൻ ഡെൽറ്റ വരെയാണ് ഉയർത്തപ്പെട്ട തീരമാണ്. വീതി കൂടുതലാണ്. അതുപോലെ തന്നെ നോക്കി പൂർവ്വ തീരത്ത് ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കി കോറമാണ്ടൽ തീരം, അതുപോലെ തന്നെ നോർത്താൻ സിർക്കാർസ്, ഉൽക്കൽ തീരം അല്ലേ എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കോറമാണ്ടൽ തീരത്തിലാണ് തമിഴ്നാട് ആന്ധ്ര വരുന്നതെന്നൊക്കെ പറഞ്ഞു അല്ലേ? അത് നമ്മൾ കണ്ടു ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഉയർന്ന പർവ്വത ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല ഏതാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. ഇതും ആ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? എവിടെയാണ് പറഞ്ഞത്? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ ആരാണ്? ഭോട്ടിയ ഗോത്രവർഗ്ഗക്കാരുണ്ടെന്ന് പറഞ്ഞു. ഇവർ വേനൽ മാസങ്ങളിലെ ബുഗ്യാലുകളിലേക്കും ശൈത്യകാലങ്ങളിൽ തിരികെ താഴ്വരയിലേക്കും ദേശാടനം നടത്തുന്നുണ്ട് അല്ലേ? ബുഗ്യാലിന് വെച്ചാൽ എന്താണ്? ഉയർന്ന പർവ്വത ചെരിവുകളിലെ വേനൽക്കാല പുൽമേടാണ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ക്ലാസ്സിൽ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്ലാസ് എടുത്തപ്പോഴും റിവിഷൻ ക്ലാസ് തന്നപ്പോഴും ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ റിവിഷൻ ക്ലാസ് തന്നപ്പോഴൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഒരു അലോഹ ധാതു ഏതാണ്? ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ സി ആണ്, മൈക്കാണ് വരുന്നത് അല്ലേ? ഇത് ഏതായിരുന്നു ചാപ്റ്റർ? ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ നോട്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലോഹധാതുക്കൾ ഏതാണ്? അലോഹധാതുക്കൾ എന്നാണ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ ഈ ലോഹധാതുക്കളിൽ തന്നെ അയോലോഹങ്ങളെന്നും അയോരഹിത ലോഹങ്ങളെന്നും ഡിവൈഡ് ചെയ്യാം. അതിലാണ് എന്തൊക്കെ വരുന്നത്? ഈ ഇരുമ്പ്, മാംഗനീസ് ഒക്കെ അയോ ലോഹങ്ങളാണ്. അയോരഹിത ലോഹങ്ങളാണ് ചെമ്പ്, ബോക്സൈറ്റ്. ഇനി അലോഹധാതുക്കൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അബ്രം വരുന്നുണ്ട്, മൈക്ക വരുന്നുണ്ട്, അതുപോലെ ചുണ്ണാമ്പ്, ഗ്രാഫൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇന്ധനധാതുക്കളായിട്ടുള്ള കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകം എന്നിവ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ നോക്കിയല്ലോ അല്ലേ? കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി എവിടെയാണ്? കാവേരി നദിയിലാണ്. അപ്പോൾ 10th പ്രിലിംസിന് 3, 4 ഘട്ടങ്ങളിലും ചോദിച്ചിട്ടുള്ള ജിയോഗ്രഫി ക്വസ്റ്റ്യൻസ് കണ്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് ഏതാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചെയ്തപ്പോൾ, ഈ ഒരു ജിയോഗ്രഫി ചെയ്തപ്പോൾ എത്രയാണ് മാർക്ക് കിട്ടിയത് കമൻറ്റ് ചെയ്യാൻ. നമ്മുടെ ക്ലാസ്സുകൾ കണ്ട പിള്ളേർക്ക് എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും ക്ലാസ്സുകൾ കാണാനായിട്ട് എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് കണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ്, NCERT ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ SCRT, NCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും തരുന്നുണ്ട് ടോപ്പിക് വൈസ് ആയിട്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.